നിങ്ങൾ ആരാ പോലീസ്? ഒരാളോ അതോ രണ്ടുപേരും ഉണ്ടോ? അതെ, ഞങ്ങൾ രണ്ടുപേരും പോലീസാ. നീ കള്ളൻ, മാഫിയ കിങ്. എനിക്ക് പേടിയൊന്നുമില്ല. അമ്മേ ഒന്ന് നിർത്തമ്മേ. പറയുന്നുണ്ടോ നീ? എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? ദുർഗയ്ക്കും കിരണിനും പണി കൊടുക്കാൻ പറ്റിയ നല്ല അവസരം. രണ്ടിന്റെയും കള്ളത്തരി ഇപ്പൊ പൊളിച്ചു തരാം. ഞങ്ങൾക്ക് അറിയില്ല. ഇതെന്താ കിരിച്ച ബബിൾസാ? ബബിൾസാ? അയ്യേ, കളിത്തോക്കായിരുന്ന? ഇതെന്താ ബബിൾസോ? അയ്യേ, ഇതാണ് വെടിയുണ്ട? ഇതെങ്ങനെ? ഇതെന്താ കിരിച്ച ബബിൾസോ? ഇതെങ്ങനെ സംഭവിച്ചു? മോളെ മോളെ വേണ്ട വേണ്ട മോളെ അതിന് താ മോളെ. തന്നെ തന്നെ. പതുക്കെ മോളെ. പതുക്കെ. നല്ല കുട്ടിയല്ലേ, അതിന് തന്നെ മോളെ. വേണ്ട മോളെ. നല്ല കുട്ടിയല്ലേ, താ താ മോളെ. ഇങ്ങോട്ട് താ, നല്ല കുട്ടിയല്ലേ. തന്നെ താ. മോളെ. അയ്യോ മോളെ മോളെ മോളെ, മോക്കൊന്നും പറ്റിയില്ലല്ലോ. ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ആ ഒന്നുമില്ല ഒന്നുമില്ല. ഇങ്ങനെയുണ്ടോ? മോളെ ഒന്നും പറ്റിയില്ലല്ലോ, ഓക്കെ അല്ലേ? ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. മോക്ക് തോക്കെടുത്ത് കൊടുത്തു. ഇനി കളിച്ചോ. ഞാൻ വെടിവെക്കാം. ഇനി മോള് വിളിച്ചേ. ഇനി കിരണിനെ വെടിവെക്ക്. അയ്യോ ഈ കളിത്തോക്കിന്റെ പേരിലാണോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ പാവങ്ങളെ ഇത്ര നേരം ചോദ്യം ചെയ്തത്? മതി, എല്ലാരും പോവാൻ നോക്ക്. വാ മോളെ. ചേച്ചി ഒന്ന് പോ പൃഥ്വി. ചേച്ചി ചേച്ചി ഞാൻ പറയുന്നു കേക്ക് ചേച്ചി. എനിക്കൊന്നും കേൾക്കണ്ട. അച്ഛാ അച്ഛാ സത്യമായിട്ട് ഇത് ഒറിജിനലായിരുന്നു അച്ഛാ. ചെറിയ ചെറിയ അത് ശരിക്കുള്ള തോക്ക ഞാൻ കണ്ടാ. എടാ ഈ 13 രൂപയുടെ തോക്കാടാ ശരിക്കുള്ള തോക്ക്. എന്നാ നീ വെച്ചോ. അയ്യോ അമ്മേ, ഇതെല്ലാം ഞാൻ കണ്ടത് അമ്മേ. മനുഷ്യനെ നാണം കെടുത്താൻ വന്നേ, പോ പൃഥ്വി. അത് വാ കിരൺ. എന്തായത്? എന്താകുന്നത്? ഇതെന്താന്ന് ഇത്രയും പ്രായമായിട്ട് നിനക്ക് അറിയില്ലേ? ഇതാണ് തോക്ക്. നിങ്ങളെന്താ ഇവിടെ നാടകം കളിച്ചോണ്ടിരിക്കണോ? സത്യം പറഞ്ഞോ, നിങ്ങൾ ആരാ പോലീസ്? ഒരാളോ അതോ രണ്ടുപേരും ഉണ്ടോ? അതെ, ഞങ്ങൾ രണ്ടുപേരും പോലീസാ. നീ കള്ളൻ, മാഫിയ കിങ്. അങ്ങനെയാണല്ലോ ഇത്രയും നേരം കളിച്ചോണ്ടിരുന്നത്, അല്ലേ കിരൺ?
അതെ അതെ കറക്റ്റാ. ഈ കളിത്തോക്കം വെച്ച് നീയൊക്കെ കളിക്കണോ? എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കല്ലേ. ഷോ എന്തായി പറയുന്നേ? ഇത്രയും നേരം നമ്മൾ ഒരുമിച്ചല്ലേ കളിച്ചത്, എന്നിട്ട് പെട്ടെന്ന് കളിക്കാൻ കൂടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? നിർത്താം. ഹ, ശ്ശോ, ഭയങ്കര ദേഷ്യമാണല്ലോ. എന്തിനിങ്ങനെ ചൂടാവുന്നേ? ഞാനേ കുടിക്കാൻ കുറച്ച് കോൾഡ് വാട്ടർ എടുത്തു തരട്ടെ. എടി, ഛെ. ഇതെന്തായത്? ഈ തോക്കല്ലല്ലോ ഞാൻ ഇവിടെ എടുത്തത്. പറ, ഞാൻ ഇവിടെ എടുത്ത തോക്ക് എങ്ങനെ മാറി കളിത്തോക്കായി? പറയാൻ. രണ്ടുപേരും നല്ല കള്ളത്തരം കാണിക്കുന്നുണ്ട്. അത് ചോദിക്കാൻ വരുമ്പോ പൊട്ട കോമഡി കളിച്ച് ആളെ കളിയാക്കുന്നോ? ഉം. നിങ്ങളൊക്കെ എന്ത് കള്ളന്മാരാ? അത് ശരി, ഇത്രയും നേരം ഞങ്ങൾ പോലീസാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളെ കള്ളന്മാരാക്കിയോ? തലയ്ക്കടി കിട്ടി വല്ല ഓർമ്മക്കുറവ് ഉണ്ടായിട്ടുണ്ടോ? ദാ, അയ്യോ. ഇപ്രാവശ്യത്തേക്കുണ്ടല്ലോ നീയൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ ഇതുകൊണ്ടെല്ലാം അവസാനിച്ചെന്ന് കരുതണ്ട. ഇതെല്ലാത്തിന്റെയും തുടക്കം മാത്രം. നിന്റെയൊക്കെ കള്ളത്തരം ഉണ്ടല്ലോ, ഞാൻ പിടിച്ചോളാം. ഞാനെന്ന് ഇറങ്ങട്ടെ, ഇനി താമസിച്ചാൽ ശരിയാവില്ല. എന്നാ ശരി ഗിരിജെ, പോയിട്ട് വാ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് വരണം. അത് പിന്നെ പറയണോ? ഞാനിപ്പോ പോകുന്നേ ഉള്ളൂ. എന്റെ മനസ്സ് മുഴുവൻ ഇവിടെ തന്നെയാ. ഇങ്ങോട്ട് വരാൻ പറ്റുന്ന എന്ത് സാഹചര്യം വന്നാലും ഞാൻ ഓടി വന്നിരിക്കും. അത് മതി. അപ്പച്ചക്ക് ഞാൻ കാറ് പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവർ കൊണ്ടാക്കും. പിന്നെ ഇനി എപ്പോ ഇങ്ങോട്ട് വരണമെങ്കിലും ഞാൻ കാർ അയച്ചോളാം. ആ, അങ്ങനെ ചെയ്തോളാം. പിന്നെ അശ്വതി, ആ താരയുടെ കാര്യം വെറുതെ മനസ്സിലിട്ട് നടന്നാ പോരാ. അവളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവളെ കൊണ്ട് നമുക്ക് നല്ല ഉപകാരം ഉണ്ടെന്നാ തോന്നുന്നത്. അതെ, അവളെ നമ്മുടെ കൂടെ കൂട്ടിയാ പൂർണ്ണമേ ഒതുക്കാൻ നല്ലൊരു ആയുധാവും. താരെ ഞാൻ വിളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവൾക്ക് സഞ്ജയ നോട്ടമുള്ളത് നമുക്ക് മുതലെടുക്കണം.